ഇന്നലെ ശ്രീരേഖയ്ക്ക് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് അസലൊരു അബദ്ധം പറ്റി, അല്ല ആന മണ്ടത്തരം പറ്റിയെന്ന് പറയാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം. നമുക്കറിയാം ബിഗ് ബോസ് സീസൺ 6 മികച്ചൊരു ഫീമെയിൽ മത്സരാർത്ഥിയാണ് ശ്രീരേഖ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവിടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും തൻ്റെ നിലപാട് അറിയിക്കാനുമുള്ള ഒരു കഴിവും അത് അവിടെ തെളിയിച്ച മത്സരാർത്ഥിയാണ് ശ്രീരേഖ. നമുക്കറിയാം ജാൻമണിയുടെ വിഷയത്തിൽ പലർക്കും പേടിയായിരുന്നു, എന്നാൽ ആ വിഷയം വെട്ടിത്തുറന്ന് പറഞ്ഞത് ശ്രീരേഖയാണ്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന് മുന്നിൽ വെച്ച് ശ്രീരേഖയ്ക്ക് പറ്റിയത് ആന മണ്ടത്തരമായി പോയി എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇതാണ് സംഭവം. സിജോയെക്കുറിച്ച്, സിജോ തിരിച്ചു വന്നതിനെക്കുറിച്ചൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, പല മത്സരാർത്ഥികളോടും ചോദിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ശ്രീരേഖയോടും ചോദിച്ചു. ശ്രീരേഖ പറഞ്ഞു സിജോ വന്നപ്പോൾ സിജോ ഇവിടെ സംസാരിച്ചത് കേട്ടിട്ട് ഇവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളുടെ എൻ്റേതടക്കം കിളി പോയിരിക്കുകയാണ്. ആ പോയ കിളി ഇതുവരെ വന്നിട്ടില്ല. സിജോ ഭയങ്കര ഹീറോ ആണ്, സിജോ നല്ല പവറുള്ള മത്സരാർത്ഥിയാണ്, സിജോൻ്റെ കളികൾ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ, സിജോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഒരു സഹമത്സരാർത്ഥിയെക്കുറിച്ച് ഇങ്ങനെ പൊക്കി പറയേണ്ട ആവശ്യമില്ല. അവിടെ എല്ലാവരും മത്സരിക്കാൻ വന്നതാണ്, എല്ലാവരും വിന്നറാവാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്, അല്ലാതെ മറ്റ് മത്സരാർത്ഥിനെ ഹീറോ ആക്കാൻ വേണ്ടിയാണോ ശ്രീരേഖ പോയത് എന്നാണ് നമ്മുടെ സംശയം. കാരണം ഒരു മത്സരാർത്ഥി ഹീറോ ആക്കുന്നതിലൂടെ അയാൾക്ക് ഓവർ കോൺഫിഡൻസ് ആണ് കിട്ടുന്നത്. സിജോയ്ക്ക് ഇന്നലെ അത് ഒരു ഭയങ്കരമായ ഒരു കോൺഫിഡൻസ് കിട്ടിയതാണ് അവിടെ. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഒരു സഹമത്സരാർത്ഥി ഉണ്ടാക്കി കൊടുക്കണോ? ഓരോരുത്തരും കപ്പ് നേടാനും അല്ലെങ്കിൽ നമ്പർ 1 ആവാനും വേണ്ടിയിട്ടാണല്ലോ അവിടെ പോയത്. അവിടെ ഇന്നലെ ജിൻഡോ കയറി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സിജോ അവിടെ സ്റ്റാർ ആയേനെ, അല്ലെങ്കിൽ ശ്രീരേഖ സ്റ്റാർ ആക്കിയേനെ. കാരണം എല്ലാവരെയും കിളി പോയ കാര്യമൊന്നും ശ്രീരേഖ പറയേണ്ട ആവശ്യമില്ല. അവിടെ ശ്രീരേഖയുടെ കിളി പോയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. അവിടെ ശ്രീരേഖയ്ക്ക് ആന മണ്ടത്തരം പറ്റി. ലാലേട്ടൻ തന്നെ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ട് ശ്രീരേഖ ഇത് എന്തോന്നാണ് പറയുന്നത്, ഇവർ ഗെയിം കളിക്കാനല്ലേ വന്ന്, ഇവർക്ക് ഇവിടെ വിന്നർ ആവണ്ടേ, ഇവർ മറ്റുള്ള ഒരാളെ ഹീറോ ആക്കാനാണോ വന്നതെന്നൊക്കെ ലാലേട്ടൻ വരെ ചിന്തിച്ച് പോകുന്നുണ്ടാവും. എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.